ചേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നല്ല അടിപൊളിയായിട്ട് ചിരിച്ചോണ്ടാണ് വന്നിരിക്കുന്നത്. പാട്ടാണോ, ഡാൻസ് ആണോ, മിമിക്രി ആണോ, മാജിക് ആണോ, എന്നാണ്? വോയിസ് ഇമിറ്റേഷൻ തന്നെയാണ്. വോയിസ് ഇമിറ്റേഷൻ ആണ്. സൂപ്പർ. അപ്പം എവിടുന്നാ വരുന്നേ? ഞാൻ കോഴിക്കോട്. പാലാഴി തന്നെയാണ്. വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നത് GST ഡിപ്പാർട്ട്മെന്റിലാണ്. GST ഡിപ്പാർട്ട്മെന്റിലാണോ? അപ്പൊ നമുക്കൊന്ന് കാണണം, എല്ലാവർക്കും ഒന്ന് കാണണം. ശരി, അപ്പൊ എന്താ നമുക്ക് പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഇപ്പൊ ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ള ചിത്രമാണ് നാത്താൻ കേസോട്. ഈ ചിത്രത്തിലെ ചാക്കോച്ചന്റെ വോയിസ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാം. ശരി. എൻ്റെ പേര് കൊഴമൽ രാജീവൻ. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ്റെ നേരെ കയ്യൂക്കുള്ളവൻ കുതിര കയറിയിട്ട് അത് ചോദിക്കാൻ ചെല്ലുന്ന നേരം കയ്യൂക്കുള്ളവൻ പറയുന്ന ഒരു സ്ഥിരം ഡയലോഗുണ്ട്, നാത്താൻ കേസോട്. ഗോപിയേട്ടൻ മരിക്കാൻ കാരണം പ്രകാശന്റെ ചവിട്ടാണെങ്കിൽ എന്നെ നായി അടിക്കാൻ കാരണം കരാറ് മാറ്റി എഴുതാൻ നിങ്ങട്ട് ഉറപ്പാന്നല്ലേ? അടിപൊളി, അടിപൊളി. താങ്ക് യു. അപ്പൊ ഇനി ഇതുപോലെ തന്നെ വെടിക്കെട്ട് നെക്സ്റ്റ്. അതെ, അടുത്തത് നമ്മളെ നികേഷ് കുമാറിന്റെ ഒരു ന്യൂസ് നൈറ്റിൽ പങ്കെടുക്കാൻ ചില താരങ്ങൾ എത്തുകയാണ്. ഓക്കെ, ശരി. നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയങ്ങൾ. ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ 19-ാം നൂറ്റാണ്ടിൻ്റെ നായകൻ ശ്രീ സിജു വിൽസൺ, അതോടൊപ്പം സംവിധായകൻ ശ്രീ വിനയൻ എന്നിവർ ലൈനിലുണ്ട്. ശ്രീ സിജു, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാൻ ആദ്യമായിട്ട് മലർവാടി ആർട്സ് ക്ലബിലൂടെയാണ് മലയാള സിനിമയിൽ എത്തുന്നത്. അതിനുശേഷം ഞാൻ പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ എന്നെ നാട്ടുകാർ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നിട്ടുള്ളത്. 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ ലീഡ് റോളായിട്ടുള്ള ആറാട്ടുപുഴ വേലായുധപ്പണിക്കരായിട്ട് ഞാനാണ് വേഷമിടുന്നത്. ഇതിനെന്നെ സഹായിച്ചിട്ടുള്ളത് വിനയൻ സാറും അതുപോലെ തന്നെ ഗോകുലും ഗോപാലൻ ചേട്ടനുമാണ്. സംവിധായകൻ വിനയൻ ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. വിനയൻ, വമ്പൻ തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത് സിജു വിൽസണിലൂടെ. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഒരു പുത്തൻ താരോദയത്തെ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് സിജു വിൽസണിലൂടെ. വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു നടനെ കൂടെ മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നു. പണ്ട് ഞാൻ പൃഥ്വിരാജിനെ കുറിച്ചും ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. സത്യം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും സിജു എൻ്റെ ഈ ഒരു ക്യാരക്ടറിനോട്, ഈ ഒരു കഥാപാത്രത്തോട്, ആറാട്ടുപുഴ വേലായുധപ്പണിക്കരോട് കാണിച്ച ഒരു ഡെഡിക്കേഷൻ ഉണ്ട്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു സിനിമ സ്വീകരിച്ചതിന് പ്രേക്ഷകരോട് ഒരു വലിയ നന്ദി പറയുകയാണ്. നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിനയൻ. തീർച്ചയായിട്ടും ഇന്ന് 2020 ക്രിക്കറ്റിൽ ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ശ്രീ സഞ്ജു സാംസൺ ആണ്. സഞ്ജു, താങ്കൾ സിക്സ് അടിക്കേണ്ട സമയത്ത് സിക്സ് അടിക്കുകയും ഔട്ടാകേണ്ട സമയത്ത് ഔട്ടാകാതെയും ഇരിക്കുന്നു. ഇതിൻ്റെ ബാലൻസിങ് എങ്ങനെയാണ് താങ്കൾക്ക് നടക്കുന്നത്? അത് പിന്നെ നികേഷ് ഏട്ടൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സിക്സ് അടിക്കുകയും വേണം, നമുക്ക് ഔട്ടാവാനും പാടില്ല എന്ന് പറയുന്നത് ഒരു പ്രഷറിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ട്. മാത്രമല്ല, നമ്മൾ ഒരു ബൗളർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണം, ഇത് അടിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണം. മാത്രമല്ല, നമ്മൾ ആ സമയത്ത് നമ്മൾ ഔട്ടാവോ, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഔട്ടാവും. ഇങ്ങനെയുള്ള പാഠങ്ങളെല്ലാം ഞാൻ ക്രിക്കറ്റിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് ശ്രീ ഷൈൻ ടോം ചാക്കോയാണ്. ഷൈൻ, താങ്കളുടെ സഹപ്രവർത്തകൻ വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തിയെന്ന് കേട്ടു. ഇതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ മോശമായ പദപ്രയോഗം എന്ന് പറയുന്ന ആ വ്യക്തി ഉണ്ടാക്കിയല്ലോ, കാരണം അത് ഓൾറെഡി യൂസ്ഡ് അല്ലേ, അത് സമൂഹത്തിൽ ഓൾറെഡി ഉള്ളല്ലേ. അപ്പോൾ അദ്ദേഹം നോർമലാണെന്നാണോ താങ്കൾ പറയുന്നത്? എന്തു നോർമല്? മൈക്കിൾ ജാക്സന്റെ നോർമലാണോ എൻ്റെ നോർമല്? എൻ്റെ നോർമലാണോ മൈക്കിൾ ജാക്സന്റെ നോർമല്? നമ്മൾ രണ്ടുപേരും നോർമല് വ്യത്യാസമില്ലേ? തീർച്ചയായിട്ടും ഈ ന്യൂസ് നൈറ്റ് ഇവിടെ നമുക്ക് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. നന്ദി, നമസ്കാരം. ഒരു ഷോ മൊത്തം നമ്മൾ എത്ര സെലിബ്രിറ്റീസിനെ ആ ഒരു ന്യൂസ് ചാനലിൽ തന്നെ കാണാൻ പറ്റുന്നത് അടിപൊളിയായിരുന്നു. അപ്പൊ ഇനി അടുത്ത ആരുടെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്? ഇവിടെ ഒരു താരം തിരുമറി എന്ന് പറയുന്ന, അത് ഞാനല്ലേ തരേണ്ടത്? ആ കൊള്ളാലോ, ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം അടുത്തായിട്ട് താര തിരുമറിക്ക് ഞാൻ റെഡിയാണെന്ന്. റെഡിയാണോ? ഇത്ര ചങ്കുറ്റുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള തരാൻ പോവാണ്. എന്തായാലും നമ്മളൊരു ന്യൂസ് അവർ ഒക്കെ കണ്ടില്ലേ, കുറെ പേരുടെ സൗണ്ട് അടുപ്പിച്ച് ചെയ്തു പോയി. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് ഞാൻ തരുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ തന്നെ 2 ക്യാരക്ടേഴ്സിനെ എടുക്കാം, എന്നിട്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിമറിക്കാം. ആയിക്കോട്ടെ. ഞാൻ ഒരുപാട് ആരാധിക്കുന്ന ഒരു ആക്ടർ ഇവിടെ ഉണ്ട്, ബാലചേട്ടൻ. അപ്പോ ബാലച്ചേട്ടൻ പറയുന്ന ഡയലോഗ് ടിനിച്ചേട്ടനും, ടിനിച്ചേട്ടൻ പറയുന്ന ഡയലോഗ് ബാലച്ചേട്ടനും പറഞ്ഞാൽ അതൊരു താര തിരുമറിയായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പരീക്ഷണം നടത്തിയാലോ? തീർച്ചയായിട്ടും അത് ടിനിച്ചേട്ടനെതിരെയുള്ള ഒരു റിവെഞ്ച് കൂടിയാവും അല്ലേ ബാലച്ചേട്ടാ? റെഡി?
നമ്മുടെ ടിനി 8-9 വർഷം മുമ്പ് ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമയിലേക്ക് എന്നെ ക്ഷണിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആ ബാല, നമ്മള് ഫ്രണ്ട് സെറ്റപ്പിൽ ഒരു പടം ചെയ്യാൻ പോന്നു. ഞാന് പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദന്, അനൂപ് മേനോൻ. ഈ ഒരു ബെൽറ്റിലേക്ക് താങ്കളെ കൂടെ ചേർക്കണം എന്നുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് എൽദോ വിളിക്കും. അപ്പൊ താങ്കളുടെ റേറ്റ് പറയണം. എൽദോ വിളിച്ച സമയത്ത് ഞാൻ ചോദിച്ചു എത്ര ദിവസത്തെ വർക്ക് ഉണ്ടാവും എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു 3-4 ദിവസത്തെ വർക്കാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഒരു 3-4 രൂപ കിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ടിനി ചേട്ടൻ വിളിക്കുമെന്ന് പറഞ്ഞു. ടിനി ഇങ്ങനെ പറഞ്ഞു, അല്ല നിങ്ങള് ബാല, നിങ്ങള് 3-4 രൂപ വെച്ചാ? ഞാന് പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദന്, അനൂപ് മേനോൻ. ഈ ഒരു ബെൽറ്റിലേക്കാണ് ഭായി നിങ്ങൾ വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ റേറ്റ് കുറച്ചുകൂടെ കുറച്ച് പറ. അപ്പോൾ പിന്നെ ഞാൻ ആകെ ടെൻഷനായി. ഞാൻ അവിടെ ഇരുന്ന ഒരു ചേട്ടനോട് ഒരു ലെമൺ ടീ ചോദിച്ച് മേടിച്ചു. അപ്പോൾ എനിക്കൊരു വോയിസ് മെസ്സേജ് വരികയാണ്. എന്താണ് ബാല, നിങ്ങള് ലെമൺ ടീ ഒക്കെ ചോദിച്ചോ? ഞാന് പൃഥ്വിരാജ്, ഉണ്ണി മുകുന്ദന്, അനൂപ് മേനോൻ. ഈ ഒരു ബെൽറ്റിലേക്കല്ലേ നിങ്ങൾ ചോദിക്കുന്ന ഭായി? சேனலுக்கு வேண்டி வந்தതാണ്. അപ്പോൾ ഫ്ലൈറ്റിലേന്ന് ഇറങ്ങുമ്പോൾ ഫ്ലൈറ്റ് അവിടെ ഇരുന്ന് തുടങ്ങിയതിലിരുന്നേ ഒരു 2 കുട്ടികൾ എന്നെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. ഞാനും ചിരിച്ചു. ഇവിടെ വന്ന് ലാൻഡ് ആയപ്പോൾ എന്തോ ചോദിക്കണമുണ്ട് അവർക്ക്. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞു. അവരുടെ അമ്മ ഉണ്ട്. എന്താ വേണ്ടേ? അതൊന്ന് പറയുമോ? പറഞ്ഞു കൊടുത്താ വേറെ വഴി എന്താ? ഒന്ന് പറഞ്ഞു കേക്കട്ടെ. ഞാനുണ്ട്, പൃഥ്വിരാജുണ്ട്, ഉണ്ണി മുകുന്ദനുണ്ട്, അനൂപ് മേനനുണ്ട്. ലൈം ടീ ഒന്നും ഞാൻ അങ്ങനെ ചോദിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു ഷോക്ക് പോയിരുന്നു. പിഷാരടി ആയിരുന്നു ചീഫ് ഗസ്റ്റ്. പുള്ളി വന്നില്ല. അതിന് തൊട്ട് മുമ്പ് ഒരു അരമണിക്കൂർ വളരെ സ്നേഹത്തോട് സംസാരിച്ചു ഫോണില്. അപ്പോൾ ടിനി എൻ്റെ അടുത്ത് ഏൻ പിഷാരടി വന്നില്ല ടിനി ഞാൻ ചോദിച്ചു. അല്ല നിങ്ങൾ വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. അതെ വളരെ സ്നേഹത്തോടെ സംസാരിച്ചു. അതാ പുള്ളിക്ക് ഡൗട്ട് അടിച്ചു. എല്ലാവരും എന്റെ സുഹൃത്താണ്. താങ്ക് യു സോ മച്ച്. മുൻപ് പറഞ്ഞതുപോലെ ഒരുത്തരെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അവരെ പോലെ നമുക്ക് ചെയ്യാൻ പറ്റൂ. അത് ഉൾവാങ്ങി அந்த വോയിസ് വരണമെങ്കിൽ യു ഹാവ് ടു ലൈക്ക് ദറ്റ് ക്യാരക്ടർ. എന്നെയും കൂടെ ഇഷ്ടപ്പെടുന്നതിൽ നിങ്ങളോട് നന്ദി പറയും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. ചേട്ടാ മഹേഷ് ഭായ് ഒന്നായിരുന്നു, ഗംഭീരായിരുന്നു. ആദ്യത്തെ ചാക്കോച്ചൻ്റെ ഡയലോഗ് എന്നാ താൻ കേസ് കൊടുക്കും, അത് വളരെ കൃത്യമായിരുന്നു, റിസൾട്ട് ചെയ്തു. അതുപോലെ അല്ലേ സിജു വിൽസന്റെ സൗണ്ട് ഗംഭീരായിരുന്നു. ഗംഭീരമായിരുന്നു. ചാക്കോച്ചനെ അനുകരിച്ച് തുടങ്ങി. എനിക്ക് തോന്നുന്ന ഒരു ബേസിക് ശബ്ദം തന്നെ ചാക്കോച്ചന്റെ ഒരു ശബ്ദം ഉണ്ടെന്ന് തോന്നുന്നില്ല സംസാരത്തിൽ തന്നെ. കഴിഞ്ഞ ദിവസം ഈ ഫ്ലോറിൽ വന്നപ്പം കോട്ടയം നസീർക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു താങ്കൾക്ക് ചെയ്യാൻ പറ്റും ചാക്കോച്ചനെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ ബേസിലാണ് ട്രൈ ചെയ്ത് നോക്കിയത്. അത് ആ വോയിസിൽ തന്നെ ഉണ്ട്, ചാക്കോച്ചനുണ്ട്. നന്നായിരുന്നു കേട്ടോ, ഗംഭീരമായിരുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും എല്ലാവരുടെ അന്വേഷണം പറയാം. ഞങ്ങളുടെ വക ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്, അതും കൂടെ തരാം. ഓക്കെ ബാലചേട്ടാ. അതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു സമ്മാനം.